ഞങ്ങൾ വരുന്നല്ല, നിങ്ങൾ വിരിച്ചു. നിങ്ങളും വരും ഒപ്പം ഞങ്ങളും ഉണ്ടാവും. വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങള് 11 കമ്മിറ്റിയാ. ഞങ്ങൾ ജനറൽ ബോഡിയിൽ ഇങ്ങനെ സംഭവം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു 3-4 ആള് തീരുമാനിച്ചിട്ട് ഇത് ഞങ്ങള് ഇനി കാര്യങ്ങൾ ഇത് തീരുമാനം തന്നെയാണ് എങ്കിലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. അപ്പൊ നിങ്ങള് മകരം 1-ാം തീയതി ജനുവരി 15-ാം തീയതി എത്തുക. നമുക്ക് കാര്യങ്ങള് പറമ്പ് അളക്കുക. അളന്നിട്ട് പാലച്ചോട് വരെ 300 അല്ലേ ചേച്ചി? 300. അതില് കൂടുതല് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു 2-ന്റെയൊക്കെ മുകളിൽ പോകണമെങ്കിൽ 300 എന്നുള്ള കുറച്ച് കമ്മിയാക്കാം. എല്ലാവർക്കും 200. ഏകദേശം നമ്മൾക്കൊരു പകുതി അഡ്വാൻസ് തന്നുവെങ്കിലും തീരെ കച്ചവടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ബാക്കി വാങ്ങുമ്പോൾ റെസിപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 300 എന്നുള്ളത് ചിലപ്പോ പാലൊരു 10 കമ്മിക്ക് കൊടുക്കാം. അതൊക്കെ എന്താ പറയാ മൂപ്പർക്ക് ഒരു ഇതുണ്ടാവും. ഇപ്പൊ ഈ കാളാൻ കച്ചവടം അൽവ കച്ചവടം ഒക്കെ പറഞ്ഞാൽ ഒരു കാശ് കിട്ടുന്ന പരിപാടി. അവരെടുത്ത് കുറച്ച് 300 വാങ്ങുമ്പോൾ അവർക്ക് നഷ്ടം വരില്ല. എന്നുവെച്ചാൽ അവര് യാദൃശ്യമായിട്ട് 10,000-12,000 വരെ കൊടുക്കുന്നുണ്ട്. ഓരോ പൂരപ്പറമ്പിൽ 15 വരെ കൊടുത്ത കാളാങ്കാരൻ എനിക്കറിയാം. സംഭവം ശരിയാണ്. അവിടെ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റുള്ള കാളാങ്കാരൻ കയറാൻ വഴിയില്ല. അതെന്തെങ്കിലും മനസ്സിലാക്കാത്തത്. ഐസ്ക്രീം ചിക്കൂസിന്റെ ഒരു ചക്ക വണ്ടിയും വരും, പിന്നെ ഓല കുറച്ച് വണ്ടിയും വരും. വേറെ ഒരു കച്ചവടം ഞാൻ ചെയ്യൂല. അതുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിക്കല്ലേ? ജനുവരി 15 മകരം 1 അഡ്വാൻസ് നമ്മൾ മേടിക്കണം. അങ്ങനല്ല, ഞാൻ പറയട്ടെ. നമ്മള് ഇന്ന് 15-ാം തീയതി 1-ാം തീയതി നമ്മള് സ്ഥലം അളന്നു കൊടുക്കണം. 20 അടി അളന്നു കൊടുക്കണ പകുതി പൈസ നമ്മൾ അഡ്വാൻസ് മേടിക്കണം. അഡ്രസ് മേടിക്കണം. പിന്നെ നമ്മള് ഡേറ്റ് വെക്കണം, ബാക്കിയുള്ള പൈസ മേടിക്കാം. ആ ഡേറ്റിന് നമ്മള് പൈസ കിട്ടിയാൽ നമ്മുടെ കയ്യിൽ പറ്റുള്ളൂ. നമുക്ക് ബാക്കിയുള്ള അത് കിട്ടും. അന്ന് നമുക്ക് ബാക്കി ഫുൾ എമൗണ്ട് കണക്കാരുടെ അടുത്ത് നമ്മൾ എഴുതിണ്ടല്ലോ പോയിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്കൊരു എഴുതി അജണ്ടയും വെക്കാം. പിന്നെ അങ്ങനെ അതാകുമ്പോ ഒരാൾക്ക് ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നമുണ്ടല്ലോ. കച്ചവടക്കാർ വരും അങ്ങനെ വരികയല്ലേ? ഞാൻ എന്റെ മകനെ മുന്നിൽ എല്ലാത്തിനും മുന്നിൽ ഞാൻ ഉണ്ടാവും. എല്ലാത്തിനും മുന്നിൽ